താങ്കൾ അവകാശപ്പെടുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് UDF പോകുന്നതാണ്. അല്ലേ? അതെ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 5000 കുറയും എന്ന് പറഞ്ഞാൽ ഭീകര തോൽവിയാണ് UDFന്റെ. ഒരു ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ പെർ ബൂത്ത് BJP-യേക്കാൾ 200 വോട്ടും കോൺഗ്രസിനേക്കാൾ 100 വോട്ടും LDF ലീഡ് ചെയ്യും എന്നുള്ളതും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 43,800 ചില്ലുവാനം വോട്ടുകളിൽ ഞങ്ങൾ 34,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് LDF-ന്റെ വോട്ടാണെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. പാലക്കാടൻ ജനതയാണ് താരമെന്ന് നാളെ 11 മണിയാവുമ്പോഴേക്കും കേരളം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും. 48,000 വോട്ട് കിട്ടുന്ന ഒരാൾ വിജയിയായി മാറുമെന്നുള്ള കണക്കാണ് ഇവിടെ ബേസ് ലൈനായി സ്വീകരിക്കേണ്ടതെന്ന് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നല്ല കാൽക്കുലേഷൻ ആണ്. എനിക്കൊന്ന് വളരെ റിയലിസ്റ്റിക് ആയ ഒരു കാൽക്കുലേഷൻ ആണ്. ഭയങ്കരമായ ആള്. 13 റൗണ്ടിലും കോൺഗ്രസ് ലീഡ് ചെയ്യാത്ത തെരഞ്ഞെടുപ്പ് ഫലത്തിനാണ് ഈ നാളെ ഉള്ള 3 മണിക്കൂറുകൾ പ്രേക്ഷകർ കാണേണ്ടി വരിക എന്നുള്ളത് അടിവരയിട്ട് പറയുന്നു. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. ഒരു റൗണ്ടിൽ പോലും കോൺഗ്രസ് മുന്നിൽ എന്നുള്ള വാർത്ത ബ്രേക്ക് ചെയ്യാൻ നാളെ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. UDF വായുവിൽ എഴുതി കൂട്ടുന്ന കണക്കല്ല ഇടതുപക്ഷത്തിന്റെ കണക്ക്. വിജയാഹ്ലാദ ഗാനമൊക്കെ ഇറക്കി വെച്ചവര് ഇന്ന് രാത്രി തന്നെ കേട്ട് ആസ്വദിക്കുക. എനിക്ക് കാണണ്ട, വെറുത്തുപോയി. 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എല്ലാം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമാണ് എന്ന് അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ഡോക്ടർ P. സരീൻ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. അപ്പൊ അതിന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അപ്പൊ രോഗാശേഷം മാറി. ഇത് രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി.